ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്. രാവിലെ ഒന്നും അങ്ങനെ മഴ ഉണ്ടാകില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് മഴക്ക് നല്ല കുറവുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഉറക്കമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിസ്കാരവും ചായ കുടിയൊക്കെ കഴിഞ്ഞു. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നാസ്തക്ക് പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ. കുറച്ച് സമയം തിളപ്പിച്ചെടുക്കണം. ഈ മഞ്ഞപ്പിത്തം വന്നാൽ പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ. അപ്പോൾ തിളപ്പിക്കുമ്പോൾ കുറച്ചധികം പിന്നെ നമ്മൾ പപ്പായൊക്കെ ഇപ്പം പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥ ഇത് കേട്ടോ. ബട്ടർ നമ്മൾ പച്ച തന്നെയാണ്. സപ്പോർട്ടൊക്കെ നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ പുട്ടും കടലയും രണ്ടടുപ്പത്തായി വെച്ചിട്ടുണ്ട്. എണ്ണയില്ലാത്ത പലഹാരങ്ങൾ കഴിക്കണം എന്നുള്ളതുകൊണ്ട് പുട്ടാണ് ഇന്നത്തെ നാസ്ത. ചപ്പാത്തി, പുട്ട്, വെള്ളപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ നാസ്ത ഉണ്ടാക്കൽ. ഇതിനാണ് ഒരു മാസം മുന്നേ നമ്മൾ ചക്ക വൃത്തിയാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഒന്നും ആയിട്ടില്ല. നമുക്ക് ചക്ക വെക്കാൻ തോന്നുമ്പോൾ ചക്ക വെക്കാം. അപ്പോൾ ഇന്ന് ഒരു ചക്ക വെക്കാമെന്ന് കരുതി. കടലക്കറിയൊക്കെ താളിക്കറി കേട്ടോ. അപ്പോൾ താളിക്കാതെയുള്ളൊരു കടലക്കറിയാണ്. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കടുകും പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കടലക്കറിയാണ്. ഇപ്പോൾ പുട്ടും കടലയും ഞങ്ങൾക്കും കഴിക്കണം. അപ്പോൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 2 പ്ലേറ്റുകളാണിത് കേട്ടോ. പുട്ടിന് തേങ്ങയും നമ്മൾ കുറച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങേൻ്റെ ഉപയോഗവും നമ്മൾ കുറക്കണം എന്നാണ്. പക്ഷേ എന്താ പറയുക, എല്ലാം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ടേസ്റ്റ് നമുക്ക് വേണ്ടേ. അപ്പം വെളിച്ചെണ്ണേൻ്റെയും തേങ്ങേൻ്റെ ഒക്കെ അളവ് നമ്മൾ കുറച്ചിട്ടുണ്ട്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അളവൊന്നും കുറച്ചിട്ടുണ്ട്. പിന്നെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചോറിന് വെള്ളം വെക്കാൻ പോയി. ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കടലക്കറിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചക്കേക്കുള്ള കറിയാണ്, സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളരിക്കയും അതേപോലെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളി കോർത്തിയിട്ടുണ്ട്. പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടല വെച്ച കുക്കറിൽ തന്നെയാണ് പരിപ്പ് വെച്ചിരിക്കുന്നത്. ഈ കുഞ്ഞി കുക്കറിലുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. മട്ടരിയാണ് കേട്ടോ. പരിപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. സാധാ പരിപ്പാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെറുങ്ങനെ വേവിച്ചാണ്. നമുക്ക് കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെന്നും വെക്കുന്ന പോലത്തെ സാമ്പാറൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കൊരു പേടിയാണ്. എന്താ പറയുക, കൂടുമോ കുറയോ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ. ചെറിയൊരു ഉൾഭയമുണ്ട്. എന്നാലും ചില ആൾക്കാർ പറയും മഞ്ഞൾ കൂട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ ചില ആൾക്കാർ പറയും തേങ്ങ കൂട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ ഡോക്ടർ അറിയുന്നത് എല്ലാം കൂട്ടാം, പക്ഷേ അളവ് കുറച്ചാൽ മതി എന്നാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രകാരമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മളൊന്നും അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. വെളിച്ചെണ്ണ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി മാത്രമേ നമ്മൾ കറിയിൽ ഉപയോഗിക്കുള്ളൂ. അത് വല്ലപ്പോഴും മാത്രമാണ്. എപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒലിവ് ഓയിലാണ് പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കല്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ വിസിൽ കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് സാമ്പാർ പൊടി കൂടി ഇടാൻ. വേറെ പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല. ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. സാധാരണ താളിക്കുമ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കൽ ഞാൻ. അപ്പോൾ വെളിച്ചെണ്ണ കുറവാകുമ്പോൾ നമുക്ക് സാമ്പാർ പൊടി അതിലേക്ക് ഇട്ടാലൊരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്യാമെന്നായിരിക്കും കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടിയിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ കൊടുക്കാമെന്നായിരിക്കും.
ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചത്. ഒരു രണ്ട് വെണ്ടയ്ക്കുള്ളൂ, അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് ഒറ്റ വിസിൽ കൊടുക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. താളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഫുൾ വേവിച്ച കറിയാണ്. ചക്ക ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ചോറും സാമ്പാറും ചക്ക കുറച്ച് ലൂസായിട്ടായിരുന്നു കേട്ടോ. പപ്പായ നമ്മൾ കട്ട് ചെയ്തു. മഴ ഇപ്പം ഒന്ന് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പപ്പായ വലിയ ടേസ്റ്റില്ല. മധുരമുണ്ടോ ചോദിച്ചാൽ മധുരമുണ്ട്, പക്ഷേങ്കിൽ ഭയങ്കര ഹാർഡാണ്. ആ ഒരു തൊലിയുള്ള ഭാഗം ഭയങ്കര ഹാർഡാണ്. നല്ലപോലെ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, മധുരം കുറവാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നല്ലോണം പപ്പായ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോൾ നമ്മളെ പപ്പായൊക്കെ തീർന്നു കേട്ടോ. എല്ലാം ഒരുമിച്ച് പഴുത്തെല്ലാവരും തിന്നു. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സാണ്, പക്ഷേങ്കിൽ എന്നിട്ടും നമുക്കിത് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. വെള്ളത്തിലൂടെ വരുമെന്ന് പറയുന്നത്, പക്ഷേ വെള്ളത്തിൻ്റെ നമ്മുടെ കിണറിൻ്റെ ഭാഗത്തൊന്നും സെപ്റ്റിക് ടാങ്കോ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷേങ്കിൽ എങ്ങനെ ഇത് വന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതാണ് ഇപ്പോഴത്തെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പപ്പായൊക്കെ മഞ്ഞപ്പിത്തം വന്നാൽ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് പപ്പായൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സപ്പോർട്ടൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഫുമ്മൊക്കെ സപ്പോർട്ടൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചായ നമ്മൾ ഒരു ചായ മാത്രമാണ് കുടിച്ചത്. ഇപ്പം അങ്ങനെ പണ്ടത്തെ പോലെ കടി ഉണ്ടാക്കാനുള്ളൊരു മൂടൊന്നുമില്ല. ഒരു മഴക്കോളുണ്ട്, മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുൻ്റെ പഠിപ്പും നിസ്കാരമൊക്കെ കഴിഞ്ഞു, നമ്മളെ ഒത്തൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറ്, നമ്മൾ ഉച്ചക്കത്തെ ചോറ് തന്നെയാണ് രാത്രി കഴിച്ചത്. പിന്നെ വെള്ളപ്പത്തിന് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടെല്ലാം മിക്സാക്കി അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു. മാവൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചു. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നേരെ കിടക്കാൻ പോക്കാണ് കേട്ടോ. നമ്മളൊരു 10 മണിയാകുമ്പോൾ നമ്മൾ കിടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായി കാണാം.